my dear students. How are you? I hope you are well and I hope you are safe. Okay, our chapter name is linear lines and angles. Okay, in the previous class we are also discussed so many type of angles. They are complementary angle, supplementary angle and adjacent angle. Again linear pair. Okay, four topics also covered. Okay, linear pair, complementary angle, supplementary angle, adjacent angle. Okay, complementary, supplementary, adjacent, linear pair. Okay, what a complementary angle means? Complementary angle means two angles in the sum 180 ആവുന്നത് അല്ലേ. ടു ആംഗിൾസിൻ്റെ സം എത്രയാവണം? സോറി, കോംപ്ലിമെൻ്ററി ആണ്. ടു ആംഗിൾസിൻ്റെ സം 90 ഡിഗ്രി ആവുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത്? സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇറ്റ് ഈസ് കാൾഡ് കോംപ്ലിമെൻ്ററി ആംഗിൾ. Then supplementary angle is sum of the measures of two angles 180 degree are called supplementary angle. And adjacent angle is they have a common vertex, they have common arms ഒക്കെ ഉള്ളതാണ് adjacent angles എന്ന് പറയുന്നത്. അപ്പോൾ ടു ആംഗിൾ വരച്ചാൽ അവർ 90 ഡിഗ്രി ഉള്ളതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിളുകളുടെ സം എടുക്കുമ്പോൾ അത് എത്ര വരണം? 90 ഡിഗ്രി വരണം അല്ലേ. രണ്ട് ആംഗിളുകളുടെ സം എടുക്കുമ്പോൾ എത്ര വരണം? 90 ഡിഗ്രി വരുന്നതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. 90 ഡിഗ്രി വരുന്നത് കോംപ്ലിമെൻ്ററി ആംഗിൾ. രണ്ട് ആംഗിളുകളുടെ സം എടുക്കുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരുന്നതാണ് സപ്ലിമെൻ്ററി ആംഗിൾ. സപ്ലിമെൻ്ററി ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ ആകുമ്പോൾ ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കും അല്ലേ. കോമൺ ആയിട്ട് വെർട്ടെക്സ് ഉണ്ടായിരിക്കും, കോമൺ ആയിട്ട് ഒരു ആം ഉണ്ടായിരിക്കും. രണ്ട് ആംഗിളിനും കോമൺ വെർട്ടെക്സ്, കോമൺ ആയിട്ട് ഈ ആമും ഉണ്ടായിരിക്കും. അതാണ് അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത എന്താണ് പറഞ്ഞ? അഡ്ജസൻ്റ് ആംഗിൾ പറഞ്ഞു ലീനിയർ പെയർ പറഞ്ഞു അല്ലേ. ലീനിയർ പെയർ എന്താണെന്ന് അറിയാലോ. ലീനിയർ പെയർ എന്താണ്? ലീനിയർ പെയർ എന്ന് പറയുന്നത് കോമൺ വെർട്ടെക്സ് തന്നെയാണ്, സ്ട്രെയിറ്റ് ആംഗിൾ ആയിരിക്കും അല്ലേ. ലീനിയർ പെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് vertically opposite angle. Vertically opposite angle. Vertically opposite angle. That means vertically opposite angle. A new topic is vertically opposite angle. Okay, vertically two straight angle cross the line. Okay, this angle and this angle are vertically opposite. They are same. X ആണെങ്കിൽ ഇതും x ആയിരിക്കും. These angle and these angles are vertically opposite angle. They are same. Okay, ഇതാണ് vertically opposite angle. ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? vertically opposite angle. vertically opposite angle. vertically opposite angle. vertically opposite angle. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, ആ പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നു. ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ്, ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അങ്ങനെയുള്ളത് സെയിം ആയിരിക്കും. ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ് ഇല്ലേ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നോക്കിയേ, ഇത് കോമൺ ഉണ്ട്, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ മനസ്സിലായോ? എന്താണ്? ടു ലൈൻസ് ഇന്റർസെക്ട് ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ സോ ഫോംഡ് ആർ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോമൺ പോയിന്റ്, ടു ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. ഒരു കോമൺ പോയിന്റിൽ കൂടെ ഇന്റർസെക്ട് ചെയ്ത് പോകുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് ആംഗിൾ. ഒരു ടു ലൈൻസ് ഒരു കോമൺ പോയിന്റിൽ കൂടെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. അല്ലാതെ ഇവിടെ വരച്ചിട്ട് ഒരു പോയിന്റ് ഉണ്ട്,
ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സെയിം ആണ്. ഇപ്പൊ നമ്മൾ ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ്, നിങ്ങൾ നോക്കൂ, ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് നമ്മൾ വരച്ചു അല്ലെ. അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതെന്തൊക്കെയാണെന്ന് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് വരച്ചതിൽ തന്നെ ലീനിയർ പെയർ ഉണ്ട്, എന്താണ് അഡ്ജസന്റ് ആംഗിൾ ഉണ്ട്, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കാലോ. ഓക്കെ, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ് അല്ലേ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. കോമൺ ആയിട്ട് ഒരു പോയിന്റ് കൂടിയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് അല്ലെ. ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. നോക്കി, ഇവിടെ ലീനിയർ പെയർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ലീനിയർ പെയർ. നമുക്ക് ഇതെന്താണ്? ലീനിയർ പെയർ ആണ് അല്ലെ. ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ വൈ എന്ന് വെച്ചോ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ വൈ ആയിരിക്കും. എക്സും വൈയും കൂടെ ആഡ് ചെയ്ത് നോക്കിയേ, ഇതൊരു ലീനിയർ പെയർ അല്ലേ. എക്സ് പ്ലസ് വൈ എത്ര വരണം? 180 വരണം. എക്സ് പ്ലസ് വൈ എന്ത് വരണം? 180 വരണം. നോക്ക്, ഇങ്ങനെ എടുത്താൽ ഇത് ലീനിയർ പെയർ അല്ലേ, ഇങ്ങനെ എടുത്താലും അത് ലീനിയർ പെയർ അല്ലേ. ഇങ്ങനെ തിരിച്ചെടുത്താലും അതെന്താണ്? ലീനിയർ പെയർ ആണ്. ഇങ്ങനെ എടുത്താലും അത് ലീനിയർ പെയർ ആണ്. എക്സ് പ്ലസ് വൈ എന്ന മോഡലിൽ വരുന്ന എല്ലാം എന്തായിരിക്കും? ഒരു ലീനിയർ പെയർ ആയിരിക്കും അല്ലെ. ലീനിയർ പെയർ ആയിരിക്കും. ഇതെന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും. ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ടീച്ചർ പറഞ്ഞുതരാം. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 3, ഇത് ആംഗിൾ 4. അപ്പൊ നോക്ക്, ആംഗിൾ 1ഉം ആംഗിൾ 3യും ഈക്വൽ ആയിരിക്കും, ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയിരിക്കും. ഇവർ രണ്ടുപേരും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, അതുകൊണ്ട് ആ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. എഗെയിൻ നമുക്ക് പറയാം ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2. നിങ്ങൾക്ക് കാണാൻ പറ്റും ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂട്ടുമ്പോൾ എത്രയാണ് വരേണ്ടത്? ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം, ബിക്കോസ് ദേ ആർ ലീനിയർ പെയർ. ഓക്കെ, ദെൻ അഗെയിൻ ആംഗിൾ 2ഉം ആംഗിൾ 3യും ആഡ് ചെയ്യുമ്പോഴും എത്ര വരണം? 180 വരണം. അവിടെയും ലീനിയർ പെയർ ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ ആംഗിൾ 3യും ആംഗിൾ 4ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 180 വരണം. അവിടെയും ലീനിയർ പെയർ ആണ്. ദെൻ ആംഗിൾ 4ഉം ആംഗിൾ 1ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 180 വരണം. അവിടെയും എന്താണ് വരുന്നത്? ലീനിയർ പെയർ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ലീനിയർ പെയർ ഒക്കെ വരാൻ ചാൻസുകൾ ഉണ്ട്. അപ്പൊ അത് നോക്കിക്കൊള്ളുക. ആംഗിളുകൾ ഏതൊക്കെ ആംഗിളുകൾ ആഡ് ചെയ്യുമ്പോഴാണ് ലീനിയർ പെയർ വരുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇൻ കേസ് ആംഗിൾ 150 എന്ന് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ 150 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആംഗിൾ 2 നമുക്ക്, ആംഗിൾ 3 നമുക്ക് എഴുതാൻ പറ്റും. ആംഗിൾ 1 = 50 ആണെങ്കിൽ ആംഗിൾ 3 = 50 എന്ന് നമുക്ക് എഴുതാം. ആംഗിൾ 2 കണ്ടുപിടിക്കണം. ആംഗിൾ 2 എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടെ ആഡ് ചെയ്യുന്ന 180 ഡിഗ്രിയാണ് അല്ലേ. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 180യിൽ നിന്നും 50 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 2 കിട്ടും. അത് 130 കിട്ടും. ഇത് 130 കിട്ടിയാൽ ഇത് എന്തായിരിക്കും? 130 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ആംഗിൾ തന്നിരുന്നാൽ അനദർ ആംഗിൾ കണ്ടുപിടിക്കാൻ, എന്തെങ്കിലും ഒരു വെർട്ടിക്കലിൽ ഒരു ആംഗിൾ തന്നേക്കാം, അനദർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിന് പറ്റും. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് തന്നിരിക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും. അടുത്ത് കിടക്കുന്നത് 180യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ലീനിയർ പെയർ ആയതുകൊണ്ട് 180യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, എക്സാമ്പിൾ 1 കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ടീച്ചറോടെ വരയ്ക്കാം. ആ ഫിഗറിലുള്ള എല്ലാ ആംഗിൾസും നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ തന്നെ പറയണം, ടീച്ചർ ചെയ്യത്തില്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾ മൈൻഡിൽ പറയുക. ഓക്കെ, ഫിഗർ ദാ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അതിന്റെ പേര് AB എന്നാണ്, സെന്റർ O എന്നാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് C ആണ്, ഇത് B ആണ്. ഓക്കെ, പിന്നെ ഇവിടെ കട്ട് ചെയ്യുന്നു, അത് E ആണ്. ഓക്കെ,
ഇ ആണ്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5 pairs of adjacent angles നിങ്ങൾ എഴുതണം. 5 pairs of adjacent angle. adjacent angle ആകുമ്പോൾ നമുക്കറിയാം കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം, കോമൺ ആം ഉണ്ടായിരിക്കണം അല്ലെ അഡ്ജസന്റ് ആംഗിൾസില്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസന്റ് ആംഗിൾസ് നിങ്ങൾ തന്നെ പറയുക. അഡ്ജസന്റ് ആംഗിൾസ്, ഇവിടെ നിന്ന് അഡ്ജസന്റ് ആംഗിൾസ് പറഞ്ഞേ. ആംഗിൾ ഏതൊക്കെ പറയാം നോക്കൂ. അഡ്ജസന്റ് ആംഗിൾ നിങ്ങൾ തന്നെ പറയോ. ആദ്യം എ ഒ സി എന്ന് പറയുന്ന എടുത്താൽ, എ ഒ സി എന്ന് എടുത്താൽ കോമൺ വെർട്ടെക്സ് ഉണ്ട്, കോമൺ ആം ഉണ്ട്. ഇ എന്ന് പറയുന്ന ഒരു കോമൺ ആം ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആംഗിൾ എ ഒ സിയും ആംഗിൾ അതും പറയാം. ആംഗിൾ എ ഒ സി ഫുൾ എടുക്കുകയാണെങ്കിൽ, അല്ല സോറി, ആംഗിൾ എ ഒ സി എടുക്കുകയാണെങ്കിൽ അതിൽ കോമൺ വെർട്ടെക്സ് ഇതാണ്, ഇത് കോമൺ ആംസ്. സി എന്ന് പറയുന്ന ഒരു കോമൺ ആംസ് ഉണ്ട് അല്ലെ. ആംഗിൾ ബി ഒ സി എന്ന് പറയാം അല്ലെ. ആംഗിൾ ബി ഒ സി അല്ലെങ്കിൽ സി ഒ ബി എന്ന് പറയാം. അതെങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അടുത്ത ആംഗിൾ എ ഒ ഇ എടുക്കുകയാണെങ്കിൽ ആംഗിൾ ഇ ഒ സി വരും അല്ലെ. അടുത്തത് ആംഗിൾ ഇ ഒ സി എടുക്കുകയാണെങ്കിൽ, ആംഗിൾ ഇ ഒ സി എടുക്കുകയാണെങ്കിൽ സി ഒ ബി വരും അല്ലെ. സി ഒ ബി വരും. ഓക്കെ, 1 ആയി, 2 ആയി, 3 ആയി. ഇനി അടുത്തത് സി ഒ ബി എടുക്കുകയാണെങ്കിൽ, ആംഗിൾ സി ഒ ബി എടുക്കുകയാണെങ്കിൽ ബി ഒ ഡി വരും അല്ലെ. നാലാമത്തത് അഡ്ജസന്റ് ആംഗിൾ ബി ഒ ഡി വരും. അടുത്തത് ആംഗിൾ ബി ഒ ഡി എടുക്കുകയാണെങ്കിൽ ആംഗിൾ ഡി ഒ എ വരും അല്ലെ. ഡി ഒ എ വരും. അപ്പൊ എല്ലാവരിലെ അഡ്ജസന്റ് ആംഗിൾ ആകുമ്പോൾ ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം, കോമൺ ആം ഉണ്ടായിരിക്കണം. നമുക്ക് എ ഒ സി എടുക്കുകയാണെങ്കിൽ ആംഗിൾ ബി ഒ സി വരും. സി എന്ന് പറയുന്ന കോമൺ വെർട്ടെക്സ് ആണ്, കോമൺ ആം ആണ്. ഒ എന്ന് പറയുന്ന കോമൺ വെർട്ടെക്സ് ആണ്. അടുത്ത നോക്കിയേ, ഈ എ ഒ ഇ എടുക്കുകയാണെങ്കിൽ ഇ ഒ സി കോമൺ വെർട്ടെക്സ് ഒ ആണ്. ഇ എന്ന് പറയുന്നത് കോമൺ ആം എന്ന് പറയുന്നത്. ഇ ഒ സി എടുക്കും. നിങ്ങൾ ഫിഗർ നോക്കിക്കൊള്ളേ, ടീച്ചർ പറയുന്നതനുസരിച്ച് ഫിഗർ നോക്കിക്കൊള്ളുക. ഇ ഒ സി അതിന്റെ സെന്റർ ഒ ആണ്, കോമൺ വെർട്ടെക്സ് ഒ ആണ്, ആം എന്ന് പറയുന്നത് സി ആണ്. സി ഒ ബി എടുക്കുകയാണെങ്കിൽ ബി ഒ ഡി വരും. ബി എന്ന് പറയുന്നതാണ് കോമൺ വെർട്ടെക്സ്, കോമൺ ആം. ബി ഒ ഡി എടുക്കുകയാണെങ്കിൽ ഡി ഒ എ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് എഴുതാൻ പറയാം. അഡ്ജസന്റ് ആംഗിൾസ് ഇത്രയാണ്. ഇനി ഇതിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് അല്ലെ. പേഴ്സ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് നിങ്ങളൊന്ന് പറഞ്ഞേ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ നിന്ന് ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ. കണ്ട, ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതിന്റെ പേര് പറഞ്ഞേ. ആംഗിൾ ബി ഒ സി ഈക്വൽ ആണ് ആംഗിൾ എ ഒ ഡി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. അടുത്ത വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഏത് പറയാം? അടുത്ത വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഏത് പറയാം? നിങ്ങൾ തന്നെ നോക്കി ഫിഗർ നോക്കുക, ഫിഗർ നോക്കി പറയുക. അടുത്തത് എ ഒ സി കണ്ടോ, എ ഒ സി അത് കണ്ട് ഇങ്ങനെ പോകുന്നു. അതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ് ഇത്. അതിനിടയിൽ ഒരു ആളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട, അതവിടെ കിടന്നോട്ടെ. എ ഒ സി ഈക്വൽ ആണ് ആംഗിൾ ബി ഒ ഡിക്ക്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇത് രണ്ടല്ലേ ഉള്ളൂ, ഇത് രണ്ടുമാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അഡ്ജസന്റ് ആംഗിൾ എഴുതി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എഴുതി. ഇനി ഇവിടെ നിന്ന് ലീനിയർ പെയർസ് ഉണ്ട്. ലീനിയർ പെയർ നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞേ? ആംഗിൾ എ ഒ ഇയും ആംഗിൾ പറയൂ ഇ ഒ ബിയും ലീനിയർ പെയർ ആണ് അല്ലേ. അടുത്തത് ആംഗിൾ സി ഒ ബിയും ആംഗിൾ ബി ഒ ഡിയും ലീനിയർ പെയർ ആണ്. അടുത്തത് ഇത് പറഞ്ഞു, ഇത് പറഞ്ഞു, ഇത് പറഞ്ഞു അല്ലേ. പിന്നെ അതാ ഇവിടെ പറയാം ആംഗിൾ ഡി ഒ എ കോമ ആംഗിൾ എ ഒ സി ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, 180 വരണം, സ്ട്രെയിറ്റ് ആംഗിളും ആയിരിക്കണം. ഓക്കെ, അറിയാമല്ലോ. ഇപ്പൊ എക്സസൈസ് 5.1
കോംപ്ലിമെൻ്ററി ഓഫ് ദി ഈച്ച് ഓഫ് ദി ഫൈൻഡ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ഓഫ് ദി ആംഗിൾസ്. നമ്മളെ കയ്യിൽ 20 എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ആയിരിക്കും. കാര്യം 20ഉം 70യും കൂടെ ആഡ് ചെയ്യുമ്പോഴേ 90 വരത്തുള്ളൂ. ഒരെണ്ണം തന്നിട്ടുണ്ട് 63 ആണ് എങ്കിൽ അടുത്ത കോംപ്ലിമെൻ്ററി ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 90 മൈനസ് 63 കണ്ടുപിടിച്ചാൽ മതി. 57 അങ്ങനെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സപ്ലിമെൻ്ററി ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ ഇതേപോലെ. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ് ആർ കോംപ്ലിമെൻ്ററി ആൻഡ് വിച്ച് ആർ സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററിയും കോംപ്ലിമെൻ്ററിയും ഏതെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 65ഉം 115ഉം അത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ കോംപ്ലിമെൻ്ററി ആണോ സപ്ലിമെൻ്ററി ആണോ എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് കോംപ്ലിമെൻ്ററി. കോംപ്ലിമെൻ്ററി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദി ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് കോംപ്ലിമെൻ്ററി. എന്താണ് ഈക്വൽ ആയിട്ട് കോംപ്ലിമെൻ്ററി വരുന്ന ആംഗിൾ ഏതാണ്? രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്ന ഏതാണ്? ഏതാണ് രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നത്? 45ഉം 45ഉം കൂടെ ചേരുമ്പോഴല്ലേ ഈക്വൽ ആവത്തുള്ളൂ. കോംപ്ലിമെൻ്ററി ആംഗിൾ രണ്ടും ഈക്വൽ ആവുന്ന ഏതിലാണ്? 45ലും 45ലും അല്ലേ? ഫൈൻഡ് ദി ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ദി കോംപ്ലിമെൻ്ററി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുന്നു. കോംപ്ലിമെൻ്ററിയുടെ പ്രത്യേകത നമുക്കറിയാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരേണ്ട? 180 ആണ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം രണ്ട് ആംഗിളും ഈക്വൽ ആവുന്നു. അപ്പോൾ ഒന്നാമത്തെ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുന്നു, അടുത്ത ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുന്നു. കോംപ്ലിമെൻ്ററി ആകുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 വരണം. അപ്പോൾ 2x is equal to 90. x is equal to 90 divided by 2 is equal to 45. ഓരോ ആംഗിളും 45 ഡിഗ്രിയും 45 ഡിഗ്രി ആവുമ്പോൾ എന്താവും? കോംപ്ലിമെൻ്ററി ആംഗിൾ ആവും. അപ്പോൾ രണ്ടുപേരും സെയിം ആയിട്ടുള്ള ആംഗിളും കിട്ടും. അപ്പോൾ ഏതാണ് ആംഗിള്? 45. ഇതുപോലെ രണ്ട് ആംഗിളും സപ്ലിമെൻ്ററി ആവണം, സെയിമും ആവണം. എങ്കിൽ എന്ത് ചെയ്യും? രണ്ട് ആംഗിളും സപ്ലിമെൻ്ററി ആകണം, ആ രണ്ട് ആംഗിളും സെയിം ആവണം. ഇപ്പം ചെയ്ത അതേപോലെ തന്നെ ആ മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. x plus x is equal to 180 ആണ്. 2x is equal to 180. x is equal to 180 divided by 2 is equal to 90 ഡിഗ്രി ആയിരിക്കും. ഓരോ ആംഗിൾ എത്ര വീതമായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ് കേട്ടോ. തനിയെ തന്നെ ചെയ്ത് പഠിക്കുക. നിങ്ങൾ തന്നെ ഹോംവർക്ക് ടീച്ചർ ഒന്ന് പറഞ്ഞു തരുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഗൈഡൊന്നും വെച്ച് ചെയ്യരുത്. തനിയെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, അത് നമ്മൾ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദി ഫിഗർ ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ആർ സപ്ലിമെൻ്ററി ആംഗിൾ ആണോ എന്ന് നോക്കാം. നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതില് ഇത് ആംഗിൾ 2ഉം ഇത് ആംഗിൾ 1ഉം ആണ്. ഇവർ രണ്ടുപേരും എന്തെന്നാ പറഞ്ഞേക്കുന്നത്? സപ്ലിമെൻ്ററി എന്നാ പറഞ്ഞേക്കുന്നത്. ആംഗിൾ 1 ഇൻ ദി ഫിഗർ ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ആർ സപ്ലിമെൻ്ററി ആംഗിൾ. എന്നിട്ട് പറയുന്നുണ്ട് ഇഫ് ആംഗിൾ 1 ഡിക്രീസസ് വെൻ ചേഞ്ചസ് ഷുഡ് ബി ടേക്ക് പ്ലേസ് ഇൻ ആംഗിൾ 2 സോ ദാറ്റ് ബോത്ത് ഓഫ് ദി ആംഗിൾ സ്റ്റിൽ റിമൈനിങ് സപ്ലിമെൻ്ററി എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണല്ലേ? നമ്മൾ ഇവർ രണ്ടുപേരും സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇതൊരു ലീനിയർ പെയറുമാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ലീനിയർ പെയറുമാണ്. അപ്പോൾ ആംഗിൾ 2 ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ആംഗിൾ 2 ഇതായിരുന്നു ആംഗിള്, അതെന്താ ഇങ്ങനെ കുഞ്ഞാക്കി ഞാൻ. ഇത് ആംഗിൾ 2 എന്നാക്കി എങ്കിൽ ഇത് വലുതാവും അല്ലേ? അപ്പോൾ നമ്മൾ ആംഗിൾ ഏതാണോ ഇൻക്രീസ് ചെയ്യുന്നത് എങ്കിൽ മറ്റേ ആള് ഡിക്രീസ് ആവും. ഓക്കെ, ആംഗിൾ 2 വിൽ ബി ഇൻക്രീസ്ഡ് ആസ് മച്ച് ആംഗിൾ 1 ഈസ് ഡിക്രീസ്ഡ്. ആംഗിൾ 1 എന്താവും? ഡിക്രീസ് ആവും. ഓക്കെ ആണല്ലോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ക്യാൻ 2 ആംഗിൾസ് സപ്ലിമെൻ്ററി ഇഫ് ബോത്ത് ഓഫ് ദം ആർ. ഒന്നാമത്തത് അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റൈറ്റ്. നിങ്ങൾക്കറിയാം അക്യൂട്ട് ആംഗിൾ, മറന്നുപോയോ? 6th പഠിച്ചത്. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രിയെക്കാട്ടി ചെറിയ ആംഗിൾസിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90യെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് കറക്റ്റ് 90 ഡിഗ്രി വരുന്നതാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതണേ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഇൻ ദി അഡ്ജോയിങ് ഫിഗർ. ക്വസ്റ്റ്യൻ നോക്കിയേ. 9th ക്വസ്റ്റ്യൻ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ആർ അഡ്ജസെൻ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതുക. അഡ്ജസെൻ്റ് ആണെങ്കിൽ കോമൺ വെർട്ടെക്സ്, കോമൺ ആമൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ അത് ഫുൾ എഴുതി വെക്കണേ. പിന്നെ എന്താണ്? ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിനെ എഴുതണം. ലീനിയർ പെയർ എഴുതണം. 10th ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഇത്രയും ചെയ്യാമല്ലോ.
ഇനി ഒരു ഫിഗർ തന്നിട്ടുണ്ട്. 9th 10th ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. 11th ക്വസ്റ്റ്യൻ ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇങ്ങനത്തെ ഒരു ആംഗിളാ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2 കേട്ടോ. ക്വസ്റ്റ്യൻ പറയുന്നു, ഇൻ ദി ഫോളോയിങ് ഫിഗർ ആംഗിൾ 1 അഡ്ജസ്റ്റന്റ് ടു ആംഗിൾ 2 ഗിവ് റീസൺ. അപ്പൊ ഇത് അഡ്ജസ്റ്റന്റ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജസ്റ്റന്റ് ആണെങ്കിൽ കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം, കോമൺ ആമും ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ കോമൺ വെർട്ടെക്സ് അല്ല, സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അഡ്ജസ്റ്റന്റ് ആംഗിൾ. ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് 2 ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യൻ ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. കാര്യം ആംഗിൾ ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, ആ മോഡൽ നമ്മൾ ഇതുവരെ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെയാ തന്നേക്കുന്നത്. ഇത് എക്സ്, ഇത് 55. ഓക്കെ, ദെൻ ഇത് വൈ, ഇത് ഇസഡ് എന്നാ തന്നേക്കുന്ന. ഓക്കെ, ഇത് ഇന്ന് ഫൈൻഡ് എക്സ് വൈ ആൻഡ് ഇസഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നോക്കൂ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലെ. എക്സ് ഈസ് ഈക്വൽ ടു 55 ആണ്. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, അത് എഴുതാലോ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 55ഉം വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 180 എന്ന് വരണം. കാരണം എന്താണ്? ലീനിയർ പെയർ ആണ്. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അതിന്റെ റീസൺ കൂടെ സൈഡിൽ ബ്രാക്കറ്റ് കാണിച്ച് തന്നെ പഠിക്കണം കേട്ടോ മക്കളെ. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എന്ത് റീസൺ ആണ് നമ്മൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 55 എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട്. ദെൻ അടുത്തത് 55 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 എഴുതിയത് എന്തുകൊണ്ടാണ്? അത് ലീനിയർ പെയർ ആയതുകൊണ്ട്. അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതി തന്നെ പോവാം. ഇതിന് y is equal to 180 minus 55 ആണ്. is equal to 5. 7 നിന്ന് 5 പോയാൽ 2 1 125 എന്ന് കിട്ടി. എത്രയെന്ന് കിട്ടി? 125 എന്ന് കിട്ടി. അപ്പൊ ഇത് 125 ആണ്. ഇത് 125 ആണെങ്കിൽ ഇസഡ് എന്ത് തന്നെയായിരിക്കും? ഇസഡ് എന്തായിരിക്കും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഇസഡ് എന്തായിരിക്കും? 125 തന്നെയായിരിക്കും. ഇസഡും 125 ഡിഗ്രി തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, ലീനിയർ പെയറും വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ ഫസ്റ്റ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് തരാനുള്ള റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 55 എന്നായിരുന്നു. വൈ പ്ലസ് 55 ഇസ് ഈക്വൽ ടു ലീനിയർ പെയർ ആണ്. സോ അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ വൈ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ വൈ കിട്ടിയാൽ ഇസഡ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇസഡ് എന്ന് പറയുന്നത് വൈക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. സോ അതുകൊണ്ട് ഇസഡ് ഇസ് ഈക്വൽ ടു 125. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ, അതുകൂടെ ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ടീച്ചർ പറഞ്ഞു തരുമ്പോൾ കൂടെ ഒന്നും എഴുതി എടുക്കരുത്. ഇതൊക്കെ ടീച്ചറിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം എക്സസൈസ് തനിയെ ചെയ്യുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് നമ്മുടെ ക്ലാസ് ഒന്നുകൂടെ യൂട്യൂബിൽ എടുത്ത് കണ്ട് ഒന്നുകൂടെ പഠിക്കാം. അടുത്ത ഫിഗർ ഇതാ ഇങ്ങനെയാ തന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെയും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 25 ആണ്, ഇത് 40 ആണ്, ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഇവിടെ നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ആരെ മാത്രമേ എഴുതാൻ പറ്റൂ? ഇസഡ് എഴുതാം അല്ലെ. ഇസഡ് ഇസ് ഈക്വൽ ടു 40 എന്ന് എഴുതാം. കാര്യം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് എഴുതി. ഇനി നമുക്ക് എഴുതാൻ പറ്റിയ വേറെ വല്ലതും ഉണ്ടാവും നോക്കുക. അപ്പൊ നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ലീനിയർ പെയർ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്, ലീനിയർ പെയർ താഴെ ഉണ്ട് മേളിലും ഉണ്ട് അല്ലെ. പക്ഷെ താഴത്തേൽ നമുക്ക് ആരുമില്ല. ഇസഡിനെ കിട്ടി, അത് വെച്ചോണെങ്കിൽ നമുക്ക് ലീനിയർ പെയർ എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. എന്താണ്? ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആണ് y പ്ലസ് ഇസഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പൊ y നമുക്കറിയത്തില്ല, ഇസഡ് 40 ആണെന്ന് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? y is equal to 180 minus 40 is equal to 140 എന്ന് കിട്ടുന്നു. എത്രയെന്ന് കിട്ടി? y 140 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് എക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. റീസൺ അറിയാലോ, അതിനിടയ്ക്ക് ഒരു ആം കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്
പറയാൻ പറ്റത്തില്ല. ഇനി മേളത്തെ ആളും ലീനിയർ പെയർ അല്ലേ? ആരൊക്കെയാണ്? 40 പ്ലസ് എക്സ് പ്ലസ് 25 ഇസ് ഈക്വൽ ടു 180 ആണ്. ബിക്കോസ് ലീനിയർ പെയർ എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ എക്സ് 25ഉം 40 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 65. 65 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180. എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 65 ഇസ് ഈക്വൽ ടു 571. ഓക്കെ, ആംഗിൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 115 അല്ലേ? എക്സ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 115 ഡിഗ്രിന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇത് രണ്ട് ടീച്ചർ ചെയ്ത് തന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ അയച്ചു തരാം. ഓക്കെ, ഇപ്പം തന്നെ തരാം കേട്ടോ. നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നു പോയില്ലേ? നോക്കൂ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇത് 62 ഡിഗ്രി, ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. എല്ലാതും കണ്ടുപിടിച്ചൂടെ? എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ, ഇത് 32, ഇത് ഒരു 45. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഓക്കെ, എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. എക്സസൈസ് 5.1 ബാക്കിയെല്ലാം നിങ്ങൾ നോട്ടിലും എഴുതുകയും വേണം. ഇതൊരെണ്ണം ഹോംവർക്കാണ് കേട്ടോ. 13ഉം 14ഉം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെയാണ്. അതൊന്ന് തനിയെ ചെയ്ത് നോക്കും കേട്ടോ. അടുത്ത ദിവസം പെയേഴ്സ് ഓഫ് ലൈൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് അറിയാലോ. നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ടീച്ചർ തന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ളതൊന്നും അല്ല, എക്സ്ട്രാ തന്നതാണ്. സോ നിങ്ങൾ മറ്റത് എഴുതിയതിന് ശേഷം, നോട്ട്ബുക്ക് ടെക്സ്റ്റിലുള്ള എക്സസൈസ് ചെയ്തതിന്